അറിയോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 17-ാം അധ്യായം ഭഗവത്ഗീതയിൽ വിട്ടുപോയി. എല്ലാവർക്കും ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സഹർഷം സ്വാഗതം. ഈ ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്നീ അധ്യായത്തിൽ കുറച്ച് തപസ്സുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. സംശയങ്ങളെല്ലാം ന്യായമായത് തന്നെ. അതിലൊരു പ്രധാനപ്പെട്ട സംശയം, ആ സംശയത്തിൽ നിന്ന് നമുക്ക് തോന്നുന്നു ബാക്കി സംശയങ്ങളെല്ലാം മാക്സിമം ദൂരീകരിക്കാം. ഒന്ന്, ഈ താപത്രയോന്മൂലനം എന്ന് പറയുന്ന ആ താപത്രയവും ഈ 3 തപസ്സും ഇതൊന്നാണോ, ഇത് തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതും, ഓരോരുത്തരുടെയും തപസ് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, ആ തപസ് ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കും, ഈ തപസ്സിനായിട്ട് വീട് വിടേണ്ടതുണ്ടോ, ഇങ്ങനെ തുടങ്ങി കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കുടുംബജീവിതം ഉപേക്ഷിച്ചാൽ മാത്രമേ തപസ്സിന് ഫലമുണ്ടാകൂ എന്ന് പറയുന്നത്, ഗൃഹസ്ഥന് തപസ് വിധിച്ചതാണോ, ഗൃഹസ്ഥൻ തപസ് ചെയ്യാമോ, വാസ്തവത്തിൽ തപസ്സിൻ്റെ ലക്ഷ്യം എന്താണ്, തപസ് പൂർവജന്മം കൊണ്ട് കിട്ടുന്നതല്ലേ, തപസ് മോക്ഷത്തിന് മാത്രമാണോ, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനുള്ളതാണ്, തപസ്സിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ്. പിന്നെ കുറേ സംശയങ്ങൾ നമ്മൾ ഈ പ്രഭാഷണം കേട്ടിട്ടില്ലാത്ത ചില എപ്പിസോഡ് മാത്രം, ഈ 1-2 എപ്പിസോഡ് കേട്ടതിൽ നിന്നുള്ള സംശയങ്ങളാണ്. ഭക്ഷണത്തിൽ ഏതൊക്കെ ഒഴിവാക്കണം, ജസ്റ്റ് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരീരത്തെ ക്ലേശിപ്പിക്കുന്നത് ആവശ്യമുണ്ടോ, ഇത്യാദി കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് നമുക്ക് തോന്നുന്നത്, ഈ താപത്രയോന്മൂലനവും തപസ്സും. താപത്രയോന്മൂലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികതയിൽ താപത്രയം വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ കൃഷ്ണനെ നമ്മൾ പലപ്പോഴും ഈ സംശയങ്ങൾ നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് വളരെ നല്ലതാണ്, നമുക്കത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന. ഈ പലപ്പോഴും ഇങ്ങനെ ഒരു ശബ്ദമെടുത്ത് ഇങ്ങനെ, അതായത് താപത്രയവും ഈ 3 തപസ്സും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ചോദ്യകർത്താവിനോട് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ താപത്രയം എന്ന വാക്ക് എന്നൊന്നും നമ്മൾ ചോദിക്കാൻ മുതിരില്ല. കാരണം അത് മുതിരേണ്ടതില്ല. അത് സർവ്വസാധാരണമായിട്ട് ആളുകൾ അർത്ഥമറിഞ്ഞോ അറിയാതെയോ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചൊല്ലുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ട് നമ്മൾ മൈക്രോഫോണൊക്കെ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സദയം ഇതിനോട് സഹകരിക്കണം. ഡോക്ടറെ പോയി കണ്ടിരുന്നു, അപ്പോൾ വോയിസ് റെസ്റ്റ് നിർബന്ധം പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഡോക്ടർജി ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ പറഞ്ഞു, ആവേശത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് വളരെ അടുപ്പമുള്ള ഡോക്ടറാണ് ഇവിടെ ENTയിൽ തിരുവനന്തപുരം, ഗീതാഞ്ജലി എന്ന് പറഞ്ഞു. വളരെ ഒരു നല്ല ഒരു അനുഗ്രഹീതനായ ഡോക്ടറാണ്. പലപ്പോഴും നമ്മൾ കൈലാസ യാത്ര അങ്ങനെയൊക്കെയുള്ള യാത്ര പോകുന്നതിന് മുമ്പും ഒക്കെ ഒന്ന് ENT ആണ് നോക്കാറ്, എന്തെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട്. അപ്പോൾ ഇന്നലെ പോയി കണ്ടിരുന്നു. അപ്പോൾ കുറച്ച് ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുക. ശബ്ദം ഒന്ന് ശരിയാവാനുണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കോവിഡാണോ, സൂക്ഷിക്കണം. നിങ്ങളുടെ സ്നേഹ ആ ശ്രദ്ധയ്ക്ക് ഈ അവസരത്തിൽ അതിൻ്റെ പ്രണാമം അറിയിക്കും. അപ്പോൾ ഈ താപത്രയോന്മൂലനം എന്നുള്ള വാക്ക് എവിടുന്ന ഇജാതി വാക്കുകളൊക്കെ പൊക്കിക്കൊണ്ടിരുന്നത് എന്ന് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ചില സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എടുത്ത വഴിക്ക് അങ്ങനെ ഓരോന്ന് ചോദിക്കും. അത് എന്തോ നമുക്കത് അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല.
നല്ല രീതിയിൽ ചോദിക്കാം നമുക്ക്. നിങ്ങൾ ആ വാക്ക് എവിടെ നിന്നാണ് കേട്ടത്, എന്താ അത് ചോദിക്കാൻ കാരണം എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ വാക്ക് ഒരു പ്രസിദ്ധമാണ് മറ്റൊരു രീതിയിൽ. എന്താണ്? ഈ ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ധ്യാനിക്കുന്ന സമയത്ത് ഇതതിൽ കടന്നു വരുന്നത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. സ്വാഭാവികമായിട്ട് ഒരാളെ സംബന്ധിച്ച് സംസ്കൃത പരിജ്ഞാനമില്ലാത്ത കൃഷ്ണനെ സ്തുതിക്കുന്നതാണെന്നും അതിൽ എവിടെയോ ഈ ശബ്ദവും ഈ 3 തപസ്സും എന്ന് പറയുമ്പോൾ താപത്രയവും ഈ തപസ്സും എന്താണത്, അതുമായിട്ട് പൊരുത്തമുണ്ടോ, അതെങ്ങനെയാണ്, സ്വാഭാവിക സംശയമാണ്. ക്ഷമിക്കണം, പലർക്കും അത് തോന്നാം. അപ്പോൾ അവിടെ ധ്യാന ശ്ലോകം കൊണ്ട് കൃഷ്ണനെ സ്തുതിക്കുമ്പോൾ സച്ചിദാനന്ദ രൂപായ, എന്താണ്? സത് ചിത് ആനന്ദം, സത്യം ജ്ഞാനം അനന്തം, ബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ് സച്ചിദാനന്ദം. അതാണ് ആ ബ്രഹ്മത്തിൻ്റെ ലക്ഷണം രൂപമായിട്ടുള്ള സച്ചിദാനന്ദ രൂപായ. വിശ്വോത്പത്യാദിഹേതവേ, വിശ്വത്തിൻ്റെ ഉത്പത്തി മുതലായിട്ടുള്ളതിന് ഹേതുവായിട്ടുള്ള, അപ്പോൾ വിശ്വത്തിന് ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുക എന്ന ഈ വിശ്വത്തിൻ്റെ അസ്തിത്വത്തിന്, നിലനിൽപ്പിന് കാരണമായിട്ടുള്ളത് എന്തോ അതാണ് വിശ്വോത്പത്യാദിഹേതവേ. പിന്നെ പറയുന്നത് എന്താ? താപത്രയ വിനാശായ. അപ്പം ഈ ലോകത്തിൽ നമുക്ക് 3 ദുഃഖങ്ങളുണ്ട്. അവിടെ താപത്രയം എന്ന് പറയുന്നത് നമ്മളെ തപിപ്പിക്കുന്ന വാക്ക് തപ എന്നാണ്. അപ്പം തപ് ധാതുവിന് എന്താണ്? തപതേ, നമ്മളെ സന്തപിപ്പിക്കുന്നത്, ഇന്ദ്രിയങ്ങളെ ഉണക്കി വരട്ടുന്നത് അർത്ഥത്തിലാണ്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് വരുന്നതാണ് തപസ്. തപ എന്നുള്ളത് ചൂട് പിടിപ്പിക്കലാണ്. 2 വിധത്തിലുണ്ട്. സ്വയമേവ, മറ്റേത് നമ്മളെ ചുട്ടുപൊള്ളിക്കുന്നത്. ചെറിയ വ്യത്യാസമാണ് തപവും തമസ്സും. ചേർന്ന് നിൽക്കുന്ന ധാതുക്കളാണ്. തമ തനോദേ എന്നാണ്. എന്താണത്? അതിനും വ്യാപന സ്വഭാവമുണ്ട്. അതേ സമയത്ത് താമ്യതീതി തമഹ എന്ന് പറയും. അത് തമ ഇരുട്ടും കൂടിയാണ്. താമ്യത അത് ക്ഷീണിപ്പിക്കുന്നു, അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുന്നു, തളർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ താപത്രയം എന്ന് പറയുമ്പോൾ ഈ ത്രിവിധ ദുഃഖങ്ങളുണ്ട്. ആ താപത്രയം 3 ദുഃഖങ്ങൾക്ക് ഉന്മൂലനത്തിന് കാരണമായിട്ടുള്ളവൻ താപത്രയോന്മൂലനം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശേഷണയുള്ള നാശത്തിനായിട്ട് ശ്രീകൃഷ്ണായ വയം നുമഃ. വയം, ഞങ്ങൾ അങ്ങയെ. എന്താ നുമഹ? അതും ചിലർ ചോദിക്കാം നമഹ എന്നല്ലേ. അപ്പോൾ ചിലർ വിചാരിക്കും ഇത് ആളുകൾ തെറ്റായിട്ട് ചൊല്ലുന്നതാണ്, അല്ലെങ്കിൽ അക്ഷരം അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ചില പുസ്തകങ്ങളിലൊക്കെ നമ്മൾ ചില റെഫറൻസൊക്കെ നോക്കാൻ വേണ്ടി ചിലപ്പോൾ എവിടെയും അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം ഒന്ന് വാങ്ങി നോക്കുമ്പോൾ അതിൽ വരെ ഈ നുമഹ എന്നുള്ളത് വെട്ടിയിട്ട് നമഹ എന്നാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആളുകൾ വെട്ടി എഴുതി വയ്ക്കുന്ന ചിലതുണ്ട്. ഗുരവേ നമഹ എന്നുള്ളിടത്ത് ഗുരവേ എന്നുള്ളിടത്ത് ഇവർ ഗുരുവേ എന്നാക്കും. അപ്പം അതൊക്കെ സംസ്കൃതത്തിൽ ഇവർ ചെയ്യുന്ന അബദ്ധങ്ങളാണ്. അപ്പോൾ ഇവർ ഗുരു എന്നല്ലേ, അപ്പോൾ ഗുരുവേ നമഹ എന്നല്ലേ വേണ്ടത്, ഗുരുവിനായിട്ട് നമസ്കാരം അല്ല. ചതുർത്ഥി ഏകവചനത്തിൽ ആയിക്കൊണ്ട് എന്നുള്ളതിന് ഗുരവേ, ഗുരുവിനായിക്കൊണ്ട്.
അപ്പോൾ ഉകാരാന്തം പുല്ലിംഗത്തിൽ ചതുർത്ഥി ഏകവചനം ഗുരവേ എന്ന് വരും, ഗുരുവിനായിക്കൊണ്ട്. അപ്പം അത് ഗുരുവേ നമഃ എന്ന് വരുമോ? ഇല്ല, തെറ്റാണത്. അപ്പോൾ ഇവിടെ നമഃ അല്ല നുമഃ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബഹുവചനത്തിലാണ്, വയമാണ്. അഹമാണെങ്കിൽ നമാമി പറയും, എൻ്റെ നമസ്കാരം. അപ്പോൾ അത് നമഹയല്ല നുമഃ, വയം നുമഃ, ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ ഈ താപത്രയം എന്ന് പറഞ്ഞാൽ 3 ത്രിവിധ ദുഃഖങ്ങളെയാണ്. ആ 3 ദുഃഖങ്ങൾ എന്താണ്? ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. എന്താണ് ആദിദൈവികം? പ്രകൃതി സംബന്ധമായിട്ട് ഉണ്ടാകുന്ന, പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള, പക്ഷേ ഇവിടെ വീണ്ടും പറയുന്നു, പ്രകൃതിയിൽ നിന്ന് ഏൽക്കുന്ന, പ്രകൃതിയുടെ പ്രതിഭാസമാണ്. പ്രകൃതി നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതല്ല, പ്രകൃതിയുടെ പ്രവർത്തനമാണ്. നമ്മളൊന്ന് ശരീരം തന്നെ ഒന്ന് തുമ്മുന്നു. ആ തുമ്മുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മൂക്കിലൂടെയോ വായിലൂടെയൊക്കെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ചിലതൊക്കെ പുറന്തള്ളും. എന്നതുപോലെ പ്രകൃതിയുടെ ചെറിയ ചെറിയ തുമ്മൽ നമുക്കൊക്കെ ചിലപ്പോൾ ഒരു ഇങ്ങനെ വെട്ടുമല്ലോ ശരീരത്തിലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതുപോലെയൊക്കെയുള്ളൂ ഭൂമിക്ക്. ഭൂമി കുലുക്കാണെങ്കിലും ഈ പറഞ്ഞ തുമ്മലും ഇതൊക്കെ ആ വിശ്വേശ്വരനൊന്ന് തുമ്മുന്നതാണ് ഈ പറഞ്ഞ ഉരുൾപൊട്ടലും സുനാമി ഇതൊക്കെ. മൂപ്പരൊന്ന് നെറ്റി വേർപ്പ് തുടച്ച് താഴേക്ക് വിടുന്നതാണ് ഈ ക്ലൗഡ് ബസ്റ്റും അതും ഇതൊക്കെ. നമുക്കങ്ങനെ കാണാം കാവ്യാത്മകമായിട്ട്. അതിൽ നിന്ന് നമുക്കതിനെ നേരിടാൻ കെൽപ്പില്ലാതെ വരുമ്പോൾ നമ്മുടെ സ്വത്തുവകകൾ, സമ്പാദ്യങ്ങൾ, ജീവഹാനി ഇത്യാദികളൊക്കെ നമുക്ക് എന്തുണ്ടാക്കും? ദുഃഖം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള അനേക ദുഃഖങ്ങളുണ്ട്. നമ്മൾ ആറ്റുനോറ്റ് ബാങ്കിൽ നിന്ന് കടമൊക്കെ എടുത്ത് ലോണ് മേടിച്ച് കൃഷി ചെയ്തു. ആ കൃഷി വിളവെടുപ്പിൻ്റെ സമയത്താണ് കൊടും മഴ, കാറ്റ്, വാഴകളെല്ലാം താഴെ വീണു. പലപ്പോഴും പരിഹസിച്ച് അച്ഛൻ പറയുമായിരുന്നു, വാഴ വെച്ചാൽ മതിയായിരുന്നു, വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന്. അവസാനം ആരൊക്കെയോ പറഞ്ഞു വാഴ വെച്ചാൽ നല്ല ലാഭമാണ് എന്ന്. അങ്ങനെ ആദ്യമായിട്ട് തുടങ്ങിയ കൃഷിയാണ് വാഴ. നോക്കുമ്പോൾ അതാ കിടക്കണ വാഴ. കൊലയായി ദിവസവും പോയി കണ്ട് വളരെ സന്തോഷമായിട്ട് ആരോ പറഞ്ഞു, എടാ ഇൻഷുർ ചെയ്യട്ടോ, അല്ലെങ്കിൽ കാറ്റ് വന്നാൽ പോയി പോകും. അങ്ങനെ കാറ്റൊന്നും വരില്ല എന്നേ. കാരണം ഇൻഷുറൻസിൻ്റെ എമൗണ്ടിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അതും കൂടെ വസൂലാക്കാലോ എന്ന് കരുതി എന്നതാണ്. പോയി ഇൻഷുർ ചെയ്താൽ എന്തെങ്കിലും കിട്ടുമായിരുന്നു, അപ്പോൾ അതുമില്ല. അത് നമുക്ക് എന്തുണ്ടാക്കും? ദുഃഖം. ആ ദുഃഖം എവിടുന്ന് വരുന്നതാണ്? ആദിദൈവികം. അപ്പോൾ അതിനെ, അത്തരത്തിലുള്ള ആദിദൈവികമായ ദുഃഖം എന്നിൽ ഉണ്ടാക്കി തരരുതേ, അതിനെ അതിജീവിക്കാൻ എനിക്ക് സാധിക്കണേ. ഇതാണ് താപത്രയോന്മൂലനത്തിലെ ഒന്നാമത്തത്. രണ്ടാമത്തതോ ആദിഭൗതികം. അതെന്താ? ചുറ്റുപാടിൽ നിന്നുണ്ടാവുന്നതാണ്. ചുറ്റുപാട് നമുക്ക് സമ്മാനിക്കുന്നതാണ്. പലതുണ്ട്. കള്ളന്മാരുണ്ട്, കൊള്ളക്കാർ, കലാപങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ. ആ സമയത്താണ് നമുക്ക് ഇങ്ങോട്ടോ പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയത്. കുതിരയടി കൂട്ടത്തിൽ നമുക്കും കിട്ടി. ഇതായിട്ടൊരു ബന്ധവുമില്ലാത്ത ആളാണ്. വെറുതെ ഒന്ന് പോയി നോക്കി സെൽഫി എടുത്ത് റീലിടാമെന്ന് കരുതി. അത് വേണ്ടായിരുന്നു. അപ്പോൾ തലയ്ക്ക് കിട്ടി, ആശുപത്രിയില്ല. അപ്പോൾ അത്തരത്തിലുണ്ടാവുന്ന, അല്ലെങ്കിൽ വീട്ടിൽ കള്ളം കയറി, ചുറ്റുപാടിൽ നിന്ന്. മറ്റേത് പ്രകൃതി ശക്തിയൊക്കെയാണ്. ഇതല്ല. വണ്ടി തട്ടി, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരുത്തൻ തട്ടി, നിർത്താതെ പോയി. ആരും കണ്ടില്ല അയാൾ. ആരാ തട്ടിയെന്ന് പോലും ആർക്കും അറിയില്ല. നമ്മൾ വണ്ടി തട്ടിയെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ അതെന്തുണ്ടാക്കും? ദുഃഖം ഉണ്ടാക്കും. ആ ദുഃഖം ഏത് ഗണത്തിൽപ്പെടും? ആദിഭൗതികം. ഈ വന്യജീവി ആക്രമണം, അതൊക്കെ ഏതാണ്?
അതിദൈവികമാണ്. പിന്നെ മൂന്നാമത്തത് ആധ്യാത്മികം, അവനവനിൽ നിന്നുണ്ടാകുന്നത്. രോഗങ്ങളിൽ മിക്കതും അതാണ്. പിന്നെ അല്ലാത്തതുണ്ട്, നാം വരുത്തി വയ്ക്കുന്നത്, നാം ചോദിച്ചു മേടിക്കുന്നത്, കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെ നാം തന്നെ സ്വയം തീർക്കുന്ന നരകം. എന്നിട്ട് അതിലിങ്ങനെ അഭിരമിക്കുക. അപ്പം അതൊക്കെ എന്താണ്? ആധ്യാത്മികം. ഇതാണ് താപത്രയം. ഇതും 3 തപസ്സും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, ഈ 3 തപം കൊണ്ട് നമുക്കിതിനെ നേരിടാം. ഇപ്പം നമ്മൾ 3 തപസ്സിനെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ. ആദ്യത്തെ തപസ് എന്താണ്? ശരീരത്തിൻ്റെ തപസ്. അതിനെ നമ്മൾ വിസ്തരിച്ച് തന്നെ മനസ്സിലാക്കി. എന്തൊക്കെയായിരുന്നു? ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസ ശാരീരം തപ ഉച്യതേ. ശരീര സംബന്ധമായ തപസ്. ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം. ഒരു സമൂഹജീവി എന്ന നിലയിൽ സമൂഹത്തെ സമൂലം പരിഷ്കരിക്കുന്ന ഒരു സമൂഹം, ഒരു സമാജത്തെ, ഒരു വൃത്തിയും വടിപ്പുമുള്ള ഒരു സമാജത്തെ സൃഷ്ടിക്കുന്നതിൽ അവരുടെ ജീവിതത്തെ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ള കുറച്ച് ആളുകളെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് അവരെ കാണേണ്ടത്. ആരൊക്കെയാണത്? അവരും അതുപോലെ തന്നെ പ്രകൃതി ഘടകങ്ങളും. ഇന്നലെ പരിസ്ഥിതി ദിനമായിരുന്നു, അല്ല പറയാൻ വിട്ടുപോയത്. പരിസ്ഥിതി ദിനം കേവലം ഒരു ചെടി വൃക്ഷം വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നല്ലതാണത്. നമ്മളെ ചിലത് ഓർമ്മിപ്പിക്കും ഒക്കെ ചെയ്യേണ്ടതാണെന്ന്. നമ്മുടെ പുഴകൾ, നദികൾ, അതുപോലെ ചുറ്റുപാട്, കുന്ന്, മല, ജീവജാലങ്ങൾ, ഇതൊക്കെ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് പരിരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അതാണ് ഈ ദേവപൂജ എന്ന് പറയുമ്പം, ദേവന്മാർ എന്ന് പറഞ്ഞാൽ പ്രകൃതി ഘടകങ്ങളാണ്. അതിൽ പ്രധാനമാണ് പഞ്ചമഹാഭൂതങ്ങൾ. ആ പഞ്ചമഹാഭൂതങ്ങൾക്കനുസൃത അതിൻ്റെ സഹായത്താൽ സദാ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും. പിന്നെ പറഞ്ഞു ഗുരു, അധ്യാപകന്മാർ, ടീച്ചേഴ്സ്, അറിവ് പകർന്നു നൽകുന്നവർ. പ്രാജ്ഞൻ, ദ്വിജൻ, ജ്ഞാനികളായിട്ടുള്ളവർ. ഈ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് തെറ്റായ ബ്രാഹ്മണ പൂജ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ജാതി ബ്രാഹ്മണൻ ഇതൊക്കെ ബലമായി മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതൊക്കെ. അങ്ങനെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മളതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഒരു ഓംപുരിയുടെ ഒരു സിനിമ ഉണ്ട് ഹിന്ദിയിൽ, സംസ്കാർ എന്നോ അങ്ങനെ എന്തോ ആണ് ആ സിനിമയുടെ. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. ഒരു വല്ലാത്തൊരു സിനിമയാണത്. അത് നമ്മൾ കൃത്യമായിട്ട് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. പിന്നെ കഥ വല്ലാത്ത ഒന്നാണ്, കാണുക വേണ്ട, നമ്മൾ പറയാൻ നിൽക്കില്ല. ഉത്തരേന്ത്യയിലെ ജാതി ബ്രാഹ്മണൻ്റെ ക്രൂരമായ ഈ ആളുകളെ ഈ അജ്ഞാനത്തിൽ ഇരുത്തി പീഡിപ്പിക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത ദയനീയമായ, വല്ലാത്ത നെഞ്ചുകൊട്ടുന്നൊരു സിനിമയാണ്. എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ നന്മയുടെ അംശം ഉണ്ടെങ്കിൽ
ഒന്നുമില്ല, ഇത്രയേ ഞാൻ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അതിൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഒരു മരണാനന്തര ചടങ്ങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചടങ്ങ് നടത്തുന്നതിന് ഈ ബ്രാഹ്മണന്മാരുടെ ചിലരുടെ ആവശ്യമുണ്ട്. അവർ നേരിട്ടല്ല, ദൂരെ നിന്നിട്ടും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുകയെ അവർക്ക് ദക്ഷിണ കൊടുക്കണം, പറയുന്ന കാശ് കൊടുക്കണം. ഈ പാവം മനുഷ്യൻ കുറേ ദൂരം നടന്നിട്ടൊക്കെ ഇദ്ദേഹത്തിൻ്റെ അവിടെ എത്തുക, വിശന്ന് ഇതായിട്ട്. ഇയാൾ പുറത്ത് ഇങ്ങനെ കാത്തിരിക്കുക, ഇവരവിടെ ഇങ്ങനെ ഷാപ്പാട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ട് എന്നിട്ട് ഇവനോട് ചോദിക്കും, എന്താ കാര്യം, എന്തായതാ? ഞാൻ വരാം. അതിന് എന്തോ കല്യാണം, എന്തോ ഒരു വീട്ടിലെങ്ങനെ എന്തോ ഒരു ചടങ്ങാണ്. ആ ചടങ്ങ് ഇവരുടെ ഒരു സാന്നിധ്യത്തിൽ നടക്കണം, ഒരാശീർവാദം എന്നൊക്കെ പറഞ്ഞ പോലെ. അതങ്ങനെയായിപ്പോയി. അങ്ങനെയാണ് ഇവരിത് വെച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഉണ്ടായ വലിയ കോലാഹലം നമുക്കറിയാം. നമ്മൾ കേരളത്തിലുള്ളവർക്ക് അത് അത്ര അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല. കാരണം ഇവിടെ 1888 നാരായണ ഗുരുദേവൻ ഈ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയതിലൂടെ ഒരു വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ ആരാധന ചെയ്യാനും പ്രതിഷ്ഠ നടത്താനും അങ്ങനെയുള്ളൊരു വലിയൊരു, പിന്നെ ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്താം. അതിൻ്റെയൊക്കെ ഒരു സൗഭാഗ്യം അനുഭവിച്ചിട്ടുള്ളൊരു ജനതയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും അത്ര വലിയൊരു ഇതായിട്ട് തോന്നില്ല. പക്ഷേ നോർത്തിൽ ഇപ്പോഴും അങ്ങനെയല്ല, പല ഗ്രാമങ്ങളും. അപ്പം ഈ മനുഷ്യൻ ഈ മകളുടെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ചടങ്ങാണ്. നമ്മളത് കുറേ വർഷങ്ങളായി സിനിമ കണ്ടിട്ട്. പ്രായപൂർത്തിയായതിൻ്റെയോ വിവാഹത്തിൻ്റെയോ അങ്ങനെ എന്തോ ഒരു കാര്യമാണ്. ഒരു പുരോഹിതൻ്റെ ആവശ്യമുണ്ട്, ഒരാശീർവദിച്ച് എന്തെങ്കിലും അത് വേണം. അതാണ് വിശ്വാസം. അപ്പോൾ അതിനെ എതിർത്ത് കഴിഞ്ഞാലും പ്രശ്നം, അത് ചെയ്യാതിരുന്നാലും പ്രശ്നം. ഇപ്പോൾ ചില ആൾക്കാർ കണ്ടില്ലേ, കരയോങ്കാർ മറ്റവർ മറിച്ചവർ കല്യാണത്തിന് പങ്കെടുക്കില്ല, ശവസംസ്കാരത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറയുന്നത് അത്തരം ഈ മനസ്സിൻ്റെ എന്താ പറയുക. ഇപ്പം അടുത്താരോ ചോദിക്കുകയുണ്ടായി, പാവം ചെറിയ കുട്ടി ബിരിയാണി എന്ന് പറയാൻ തന്നെ അവനറിയില്ല. മന്ത്രി വന്നപ്പോൾ എന്താ സുഖമല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളല്ലേ, അവനിഷ്ടമുള്ളത് പറഞ്ഞു. എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. മാവ് കഴിച്ച് മതിയായേ, സ്വാഭാവികമായിട്ടും അവൻ വിചാരിച്ചത് കുട്ടികൾ നിഷ്കളങ്കരും സത്യസന്ധരുമാണ്. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ അത് കൊണ്ടു, നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞു. ഇപ്രാവശ്യം കുട്ടികൾക്ക് മുട്ട ബിരിയാണി, എല്ലാവർക്കും ഇനി മുട്ട ബിരിയാണി കൊടുത്തു പറഞ്ഞു. കുഴപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ പുലാവ്, വെജിറ്റബിൾ പുലാവും കൂടെ ഏർപ്പെടുത്തിയത്. അപ്പോൾ അതവിടെ വേറൊരു ടീച്ചർ ചോദിക്കുക, നാളെ ഒരു ബിരുദൻ കഞ്ചാവ് ആവശ്യപ്പെട്ടാൽ എന്താണ്? എന്താ ഇവരുടെയൊക്കെ തലയ്ക്കകത്ത് എന്തുമാത്രം വിഷമിരിക്കുന്നു എന്നാലോചിച്ച് നോക്കൂ. നമുക്ക് ആ ഒരു ന്യൂസ് കണ്ടപ്പം ഭയങ്കര ഒരു ഇത് വന്നു. എന്താ പറയുക, ആ കുട്ടിയെ അത് പറയണതും. അപ്പം അതൊക്കെ ഇന്നും അതൊക്കെ വലിയൊരു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കുറച്ചൊക്കെ ഈ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ മാസത്തിലൊരിക്കലും എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അതിനൊരു ഭയങ്കര, അല്ല കല്യാണം അങ്ങനെയുള്ളിടത്തൊക്കെ പോകുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ പെരുന്നാൾ അത് ഇതൊക്കെ പറയുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറേ കിട്ടുമേ. അതിൻ്റെ രുചിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മുട്ട ബിരിയാണി എന്ന് പറഞ്ഞു, ഇപ്പോൾ കഷ്ടകാലത്തിന് ഇത് എല്ലാവരും ഇത് കഴിക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇനി അതിനെ ചൊല്ലിയിട്ടൊക്കെയുള്ള വിവാദങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ പ്രതീക്ഷിക്കാം. ആ കുട്ടിക്ക് ഇന്ന കുലപുരുഷൻ്റെ പുത്രന് നിർബന്ധിച്ച് ബിരിയാണി മുട്ട വായ്ക്കകത്ത് തിരികെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ഉപരോധമൊക്കെ നടക്കും. നോർത്തിലെ ചില എലമെൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് ആ സിനിമയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്.
ഇയാൾ, ഈ ബ്രാഹ്മണൻ, ഈ പാവം മനുഷ്യനോട് അവിടെ വിറകുണ്ട്, മുട്ടം വിറകുകൾ, മരം, അത് കീറിയിട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഇയാളത് കീറാൻ തുടങ്ങി. ഒരു വെള്ളം പോലും അയാൾക്ക് കൊടുക്കാതെ. ഓംപുരിയോ നസറുദ്ദീൻ ഷായോ ആണ്, ഇവർ രണ്ടുപേരിൽ ആരുമാണ് അത് അഭിനയിച്ചിട്ടുള്ളത്. അസാധ്യം. അയാൾ പാവം വിറക് കീറി അവിടെ മരിച്ചു വീഴുക. ഇവരൊന്നും മരിച്ചു വീണാൽ ആരും ചോദിക്കാനില്ല. അങ്ങനെ ഒരു വ്യവസ്ഥിതി ഉണ്ട് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഔദാര്യത്തിൽ. അപ്പോൾ ഇവിടെ നമ്മളിത് പറയുമ്പം ഇതിനൊരു ഭൂതകാലവും വർത്തമാനകാലവും ഉണ്ടേ. ഈ ഭൂതകാലത്ത് നമ്മൾ ഈ വർത്തമാനത്തിലേക്ക് വരുമ്പം വീണ്ടും ആ ഭൂതത്തെ ഇവിടേക്ക് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കൊണ്ടുവരുന്ന ചില ആളുകളുണ്ട്. ഗീത ഒരു സമൂഹത്തെ സമൂലം മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഇതിൽ ഈ ശ്ലോകം ബൈ ശ്ലോകത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ദുരാചാരം കൽപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. നമ്മളോട് ഡോക്ടർ പറഞ്ഞ ഒരു 15 മിനിറ്റ് സംസാരിക്കുക. ഇപ്പം സംസാരിച്ച് വന്നിട്ട് ഒരു 26 മിനിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നിർത്തണം എന്ന് തോന്നുന്നില്ല. അതാണ് ഡോക്ടർ ചോദിച്ചിരുന്നു. ഒന്നുമല്ല, കുറച്ചിങ്ങനെ അതെനിക്കും തോന്നിയത്. തുടരട്ടെ, നമുക്ക് നാളെ കാണാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ നല്ല സംശയങ്ങളുണ്ട്, ചിന്ത ചെയ്യാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി.